അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാത്ത ഒരു സഹോദരി വിവാഹം കഴിഞ്ഞു, കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചു, ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പട്ടാളത്തിലോ ഒക്കെ പോയി. പക്ഷെ വർഷങ്ങളായിട്ട് തിരിച്ചു വരുന്നില്ല. ഭർത്താവുമായി ബന്ധപ്പെട്ട് ഒരു കത്തോ അല്ലെങ്കിൽ ഫോൺ സംഭാഷണമോ അല്ലെങ്കിൽ പരിചയക്കാർ വഴിയോ ഒന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല. ഒരു യാത്രക്ക് പുറപ്പെട്ടതാണ്, പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ജോലിക്കെന്ന് പറഞ്ഞു പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത്, ഒരു യുദ്ധത്തിന് പോയതാണ്, പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനെ വേദന തിന്നുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ഭർത്താവ് മരിച്ചോ ജീവിച്ചോ എന്നറിയാത്ത, ഭർത്താവ് ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന, അവരുടെ ഒരു കത്തിനോ ഒരു ഫോൺ കോളിനോ വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് പുനർവിവാഹം ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഈ വിഷയം വളരെ കൃത്യമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇംറഅത്തുൽ മഫ്ഖൂദി തറബ്ബസു 4 സിനീൻ, ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ, അഥവാ മരിച്ചോ ജീവിച്ചോ എന്നറിയില്ല, കാണാതെ പോയിരിക്കുകയാണ്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീ, തറബ്ബസു 4 സിനീന സുമ്മ തഅത്തദു 4 അശ്ഹുരിൻ അശ്റ സുമ്മ തുൻകഹു, 4 വർഷമായിട്ടും ഭർത്താവ് വരുന്നില്ല എങ്കിൽ, ഭർത്താവുമായി ഒരു ബന്ധമില്ല എങ്കിൽ, അഥവാ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാത്ത പക്ഷം 4 വർഷം കാത്തു നിൽക്കുക. 4 വർഷം കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചതായി കണക്കാക്കുകയും എന്നിട്ട് 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്ന ശേഷം സുമ്മ തുൻകഹു, പിന്നെ അവർക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാവുന്നതാണ്. ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി. അപ്പൊ 4 വർഷം വരെ അവർ കാത്തു നിൽക്കണം. ഇനി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു വിധിയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഭർത്താവ് ജീവിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ എവിടെയാണെന്നറിയില്ല. ഈ ഭാര്യ കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. ഒരു ഫോൺ കോൾ ഇല്ല, ലെറ്റർ ഇല്ല, വർഷങ്ങളായി അങ്ങനെ ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം 4 കൊല്ലം കാത്തു നിൽക്കുക. 4 കൊല്ലം കഴിഞ്ഞും വന്നിട്ടില്ലെങ്കിൽ മരിച്ചതായി കണക്കാക്കി പിന്നീട് 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്ന് 4 വർഷം എന്ന് കൃത്യമായി ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ആ സംഭവത്തിൽ, ആ അസറിൽ നമുക്ക് കാണാം. അപ്പോൾ 4 വർഷം കാത്തിരുന്ന് അതിനുശേഷം 4 മാസവും 10 ദിവസവും ഇദ്ദ അനുഷ്ഠിച്ച്, അതായത് മരിച്ചതായി കണക്കാക്കി പിന്നെ അടുത്ത വിവാഹത്തിലേക്ക് കടക്കാമെന്നാണ് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.